2023 ഇറങ്ങിയ മലയാളം സിനിമകൾ ഏകദേശം 220 എണ്ണമാണ്. സൂപ്പർ ഹിറ്റായത് വെറും 4 എണ്ണം മാത്രം. ബ്രേക്ക് ഈവനായ സിനിമകൾ 13 എണ്ണം. ചുരുക്കത്തിൽ ഇറങ്ങിയ സിനിമകളിൽ 200 എണ്ണവും മുടക്കുമുതൽ തിരിച്ചുപിടിച്ചില്ല എന്നർത്ഥം. പിന്നെ എന്തുകൊണ്ടാണ് കോടികൾ മുടക്കി മലയാളത്തിൽ സിനിമകൾ ഇറങ്ങുന്നത്? ജിതിൻ ജേക്കബ് എന്ന എഴുത്തുകാരൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഉന്നയിച്ച ചോദ്യങ്ങളാണിവ. പുഴു സിനിമയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണങ്ങളുടെയും വെളിപ്പെടുത്തലുകളുടെയും പശ്ചാത്തലത്തിലാണ് ജിതിൻ ജേക്കബിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. പുഴു സിനിമയുടെ സംവിധായിക റത്തീനയുടെ ഭർത്താവ് ഷർഷാദ് മമ്മൂട്ടിക്കെതിരെയുൾപ്പെടെ ഉന്നയിച്ച ആരോപണങ്ങളെ തുടർന്നാണ് വിഷയം സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായത്. ഒരു വർഷം 1000 മുതൽ 1200 കോടി രൂപയ്ക്ക് മുകളിൽ സിനിമാ നിർമ്മാണത്തിന് കേരളത്തിൽ പണം ചിലവഴിക്കുന്നുവെന്ന് ജിതിൻ ജേക്കബ് ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കുന്നു. മുടക്കിയ പൈസ തിരികെ കിട്ടുന്ന നിർമ്മാതാക്കളുടെ എണ്ണം 10ഓ 15ഓ മാത്രമാണ്. സൂപ്പർ ഹിറ്റ്, മെഗാ ഹിറ്റ്, 30 കോടി കളക്ഷൻ, 50 കോടി കളക്ഷൻ എന്നൊക്കെ പറഞ്ഞ വിജയാഘോഷം നടത്തുന്ന പല സിനിമകളും അടപടലം പൊട്ടിയ സിനിമകളാണ്. 95% സിനിമകളും 8 നിലയിൽ പൊട്ടിയിട്ടും എന്തുകൊണ്ടാണ് വീണ്ടും സിനിമകൾ നിർമ്മിക്കാൻ നിർമ്മാതാക്കൾ ക്യൂ നിൽക്കുന്നത്? ഇറങ്ങുന്ന സിനിമകളിൽ നല്ലൊരു പങ്കും തട്ടിക്കൂട്ടാണെന്നറിഞ്ഞിട്ടും 5ഉം 6ഉം കോടി രൂപ മുടക്കാൻ ഒരു പ്രൊഡ്യൂസർ തയ്യാറാകുന്നതിന്റെ പിന്നിലെ ചേതോവികാരം എന്താണെന്ന ചോദ്യവും അദ്ദേഹം ഉന്നയിക്കുന്നു. ഒരു മെഗാസ്റ്റാറിനെ നായകനാക്കി ഒരു സിനിമ നിർമ്മിക്കാൻ ഒരു വനിതാ സംവിധായിക വരുന്നു. ഈ കഥ വേണ്ട, ഞാൻ മറ്റൊരു കഥ തരാമെന്ന് പറഞ്ഞ മെഗാസ്റ്റാർ ഒരു മത തീവ്രവാദിയെ കൊണ്ട് ഒരു സമുദായ സ്പർദ്ധ ഉണ്ടാക്കുന്ന കഥ എഴുതിക്കുന്നു. മെഗാസ്റ്റാർ തന്നെ അത് ബിനാമിയെ വെച്ച് നിർമ്മിക്കുന്നു. ഇതേ മെഗാസ്റ്റാർ പൊതുസമൂഹത്തിലാകട്ടെ വലിയ മതേതരനും ആണ്. മെഗാസ്റ്റാറിന്റെ പല സിനിമകളിലും പുറം ലോകം കാണുന്ന ഡയറക്ടർ, എഴുത്തുകാരൻ എന്നതൊക്കെ ഡമ്മികൾ മാത്രമാണെന്നാണ് കേൾവി. ഇപ്പോൾ വിവാദമായ സിനിമയുടെ സംവിധായികയ്ക്ക് സിനിമയുമായി കാര്യമായ ഒരു ബന്ധവും ഇല്ലെന്നും ഷൂട്ടിംഗ് കാണാൻ മാത്രം നിൽക്കുക ആയിരുന്നുവെന്നുമാണ് അണിയറ സംസാരം. ശരിക്കും സിനിമ സംവിധാനം ചെയ്തത് മറ്റു ചിലർ ആയിരുന്നത്രേ എന്നും ജിതിൻ ജേക്കബ് പറയുന്നു. കൃത്യമായ അജണ്ടകൾ വച്ചുള്ള സിനിമകളാണ് മലയാളത്തിൽ ഈയിടെ ഇറങ്ങിയ പല മെഗാസ്റ്റാർ സിനിമകളും. ഒരു സിനിമ യഥാർത്ഥത്തിൽ എത്ര കളക്ഷൻ നേടി എന്നതിന്റെ ഒരു കണക്കും സർക്കാരിന്റെ കയ്യിലില്ല. നിർമ്മാതാവ് പറയുന്നതാണ് കണക്ക്. മലയാളം സിനിമയിലെ സമാന്തര സമ്പദ് വ്യവസ്ഥയ്ക്കും സിനിമയെ ഉപയോഗിച്ചുള്ള മത തീവ്രവാദത്തിനും എതിരെ അന്വേഷണം നടക്കുക തന്നെ വേണം. അന്വേഷണം കൃത്യമായി നടന്നാൽ ഇപ്പോൾ അഴിഞ്ഞു വീണ പല മതേതര മുഖങ്ങളുടെയും കൂടുതൽ വികൃതമായ രൂപം പുറത്തുവരുമെന്നും അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പുഴു സിനിമയെക്കുറിച്ചുള്ള സംവിധായിക റത്തീനയുടെ ഭർത്താവിന്റെ വെളിപ്പെടുത്തൽ കേരളത്തിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ്. നിരവധി പേരാണ് സിനിമയ്ക്കുള്ളിലെ ഇത്തരം അജണ്ടകൾക്കെതിരെ രംഗത്ത് വരുന്നത്. ജിതിൻ ജേക്കബിനെ പോലെ ഇനിയും നിരവധി പേർ സിനിമയിലെ ഇത്തരം വിഷം ചേർക്കലിനെതിരെ രംഗത്ത് വരുമെന്ന് തീർച്ചയാണ്.